വയലാർ രാമവർമ്മ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ വയലാർ രാമവർമ്മ മഹിളാ സാംസ്കാരിക വേദി രൂപം കൊണ്ടു. തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും അധികം സാംസ്കാരിക പരിപാടികൾ നടത്തിവരുന്ന ഒരു സംഘടനയാണ് വയലാർ സാംസ്കാരിക വേദി എന്നുള്ളത് ഈ തിരുവനന്തപുരം നിവാസികൾക്ക് ഒട്ടുമുക്കാൽ പേർക്കും അറിയാവുന്നുള്ളൊരു കാര്യമാണ്. കഴിഞ്ഞ 20 വർഷകാലമായി കലാ സാംസ്കാരിക രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച വയലാർ രാമവർമ്മ എന്ന അതുല്യ പ്രതിഭയുടെ പേരിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ തന്നെ ഒന്നാമതായുള്ള വനിതാ സാംസ്കാരിക സംഘടനയുടെ ആദ്യ പ്രസിഡന്റായി എന്നെ ഇതിന്റെ ചുമതലകൾ ഏൽപ്പിച്ച മഹിളാ സാംസ്കാരിക വേദിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യ സിവിൽ വകുപ്പ് മന്ത്രി GR അനിൽ നിർവഹിച്ചു. അനശ്വരനായ വയലാറിന്റെ നാമധേയത്തിൽ ഒരു മഹിളാ സാംസ്കാരിക വേദിക്ക് ഇന്നിവിടെ രൂപം കൊടുക്കുകയാണ്. ഇവിടെ നേരത്തെ സ്വാഗത പ്രാസംഗിക സൂചിപ്പിച്ചതുപോലെ വയലാർ രാമവർമ്മ സാംസ്കാരിക വേദി നമ്മുടെ നഗരത്തിലെ നിരവധിയായ സാംസ്കാരിക പ്രവർത്തനങ്ങളുടെ ഒരു കേന്ദ്രമാണ്. ഓരോ വ്യക്തികളെയും പേര് മാത്രം കൊണ്ട് തന്നെ ആരും പ്രത്യേകം പരിചയപ്പെടുത്താതെ അറിയുന്ന വ്യക്തിത്വങ്ങളാണ്. സദസ്സിരിക്കുന്നവരും അതുപോലെയുള്ളവരാണ്. എല്ലാവരോടും അങ്ങേയറ്റത്തെ സന്തോഷം അറിയിച്ചുകൊണ്ട് ഈ മഹിളാ സാംസ്കാരിക വേദി വിജയം കൈവരിക്കട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു. സാംസ്കാരിക സമ്മേളനത്തോടൊപ്പം
വിക്ടേഴ്സ് മലയാളം മിഷൻ എന്നിവയിലും പ്രവർത്തിക്കുന്നു. മോട്ടിവേഷൻ സ്പീക്കറാണ്. ഒപ്പം നൃത്ത നാടക രംഗത്ത് സജീവ സാന്നിധ്യമായ ശ്രീമതി സുഷമ മാമിനെ ഇവിടെ പൊന്നാട നൽകി പുരസ്കാരം നൽകി ആദരിക്കുന്നു. അടുത്തതായി വയലാർ യൂത്ത് ഐക്കൺ പുരസ്കാരം ലഭിക്കുന്നത് ശ്രീമതി ആരതി ലാൽ. പ്രേക്ഷകർക്ക് സുപരിചിതയായ അവതാരകയും പ്രശസ്ത ഗായികയുമായ ശ്രീമതി ആരതി ലാലിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആരതി ലാൽ മാമിന് അനിൽകുമാർ സർ പൊന്നാട നൽകി ആദരിക്കുകയും പുരസ്കാരം സമർപ്പിക്കുകയും ചെയ്യുന്നു. ഗായികയാണ്. ഐഡിയ സ്റ്റാർസിലൂടെ മലയാളികൾക്കെല്ലാം സുപരിചിതയാണ്. വിവിധ വേദികളിൽ ഗാനം ആവർത്തിക്കുന്ന ശ്രീമതി സരിത രാജി ഒരു പ്രശസ്ത അഭിനേത്രി കൂടിയാണ്. വയലാർ സാംസ്കാരിക വേദിയിലേക്ക് ഈ പുരസ്കാരം ഏറ്റുവാങ്ങാൻ സാദരം ക്ഷണിക്കുന്നു. അനിൽകുമാർ സർ പുരസ്കാരം നൽകി പ്രമിള മാമിനെ ആദരിക്കുന്നു. അടുത്ത പുരസ്കാരം ഏറ്റുവാങ്ങാനായി സ്വാഗതം ചെയ്യുന്നു. അനിൽകുമാർ സർ പുരസ്കാരം നൽകി ആദരിക്കുന്നു. അടുത്തതായി പുരസ്കാരം ഏറ്റുവാങ്ങാനായി പ്രശസ്ത പിന്നണി ഗായിക ശ്രീമതി സരിത റാം മാമിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സിനിമാ പിന്നണി ഗായികയായ ശ്രീമതി സരിത അബി, തത്താശ്ശേരിക്കൂട്ടം, അച്ഛന്റെ ആൺമക്കൾ എന്നീ ചിത്രങ്ങളിൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ദൂരദർശനിലെ കൂട്ടിനൊരു പാട്ട് എന്ന പരിപാടിയിലൂടെ പ്രേക്ഷകർക്കെല്ലാം സുപരിചിതയായ സിനിമാ പിന്നണി ഗായികയാണ് ശ്രീമതി സരിത റാം. അടുത്തതായി വയലാർ സംഗീതത്തിലുള്ള ശ്രീമതി ലക്ഷ്മി രംഗൻ. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗായികയ്ക്ക് അനിൽകുമാർ സർ പുരസ്കാരം നൽകി ആദരിക്കുന്നു. അടുത്തതായി ശ്രീമതി രഞ്ജിനി സുധീരൻ. ആറ്റുകാൽ അമ്മയുടെ നടയിൽ എന്നും മുഴങ്ങി കേൾക്കുന്ന സർവമംഗള മംഗല്യേ എന്ന ഗാനം ആലപിച്ച അനുഗ്രഹീത ഗായികയാണ്. സംഗീത സംവിധായികയാണ്. ഏറെ ആൽബങ്ങൾക്ക് സംഗീതം പകരുകയും പാടുകയും ചെയ്തിട്ടുള്ള ഈ പ്രതിഭയ്ക്ക് പുരസ്കാരം നൽകുന്നു. കുമാർ സാറാണ് ശ്രീമതി രാധികയ്ക്ക് ഈ അവാർഡ് നൽകിയത്. നിരവധി വേദികളിൽ ആലപിക്കുകയും ഒപ്പം ആൽബങ്ങളിലും പാടുന്ന മണക്കാട് രാമചന്ദ്രൻ സാറിന്റെ മികച്ച ഗായികയാണ് ശ്രീമതി ആതിര മുരളി. GR അനിൽകുമാർ സർ സംഗീത പുരസ്കാരം നൽകി ആദരിക്കുന്നു അനുഗ്രഹീത ഗായിക. അടുത്തതായി ശ്രീമതി വയലാർ സാംസ്കാരിക വേദിയുടെ സ്വന്തം ഗായികയായ ശ്രീമതി അപർണ പുരസ്കാരം GR അനിൽകുമാർ സാറിന്റെ കയ്യിൽ ഏറ്റുവാങ്ങുന്നു. അടുത്ത കുമാരി പ്രാർത്ഥനയ്ക്ക് വയലാർ സംഗീത പുരസ്കാരം നൽകുന്നത് GR അനിൽകുമാർ സാറാണ്. അടുത്ത അനിൽകുമാർ സാറിന്റെ കൈകളിൽ നിന്നും ഏറ്റുവാങ്ങുന്നത് പ്രിയപ്പെട്ട ഗായകൻ മണക്കാട് ഗോപൻ സാറിന് സംഗീത പുരസ്കാരം നൽകുന്നത് GR അനിൽകുമാർ സാറാണ്. അടുത്തതായി വയലാർ സംഗീത പുരസ്കാരം ലഭിക്കുന്നത് ശ്രീ രവിശങ്കറിനാണ്. പ്രശസ്ത സിനിമാ പിന്നണി ഗായകനായ രവിശങ്കർ സർ ചെമ്പരത്തി കമ്മലിട്ട് എന്ന ഗാനത്തിലൂടെ ഏവർക്കും പ്രിയപ്പെട്ട ഗായകനായ ശ്രീ രവിശങ്കർ സർ GR അനിൽകുമാർ സാറിന്റെ കയ്യിൽ നിന്ന് പുരസ്കാരം പുരസ്കാരം നൽകുന്നത് GR അനിൽകുമാർ സാറാണ്. സതി തമ്പി മാമാണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. അടുത്തതായി GR അനിൽകുമാർ സാറാണ്. ഇപ്പോൾ അവാർഡ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും